ഹലോ, കുറച്ച് ചായ ഗ്ലാസ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായിരുന്ന നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ കുറേ ഗ്ലാസ്സുകൾ നോക്കുമ്പോൾ എല്ലാത്തിലും പൊടിയും കറയൊക്കെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇത് വാഷ് ചെയ്താലും നമ്മുടെ ലെക്സ് ലിക്വിഡായാലും അതുപോലെ വിംബാറായാലും ഏത് നമ്മൾ ഇട്ട് ഉപയോഗിച്ചാലും ശരി തന്നെ, നമ്മൾ ഒരു പ്രാവശ്യം ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അങ്ങനെ കഴുകി വെച്ചാലും ശരി തന്നെയാണ്. ഇതിൻ്റെ സൈഡിലുള്ള കറകളും മറ്റും കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കൈ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കുറച്ച് നീളം കൂടിയതും അതുപോലെ വട്ടം കുറഞ്ഞതുമായ ഗ്ലാസ്സുകൾ. ഈ ഒരു ചായക്കപ്പ് കണ്ടില്ലേ, ഇതിന് കുറച്ച് വട്ടം കുറവാണ്, എന്നാലും നമുക്ക് കഴുകി എടുക്കാനൊക്കെ പറ്റും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇരുന്നിട്ട് അതൊരുമാതിരി ഒരു കറ പോലെ, ചായയുടെ കറ മാത്രമല്ല പൊടി കയറിയാൽ പെട്ടെന്ന് അത് കറ പിടിക്കും പോലെ ആവും. അപ്പോൾ ഞാനിത് എങ്ങനെ വാഷ് ചെയ്താലും ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ കുറച്ച് ക്ലോറക്സിലിട്ട് വെക്കും കേട്ടോ. കുറച്ച് ക്ലോറക്സിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു അരമണിക്കൂർ നമ്മൾ ഉപയോഗിക്കാത്തതുമായ ഗ്ലാസ്സുകളെല്ലാം കൂടി ഒരു ബക്കറ്റിലോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. അരമണിക്കൂർ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കിടന്ന് മൽപ്പിടുത്തം നടത്തേണ്ട ഒരാവശ്യമില്ല. നന്നായിട്ട് കറയൊക്കെ പോയി നല്ല സൂപ്പറായി കിട്ടും കേട്ടോ. അപ്പോൾ 2-3 സ്റ്റെപ്പായിട്ട് വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കിച്ചണിൽ സ്ഥിരം ഇരിക്കുന്ന കുറേ കുപ്പി ഗ്ലാസ്സുകളും അതുപോലെ ആ ഒരു കപ്പുകളില്ലേ, മഗ്ഗുകൾ, അതെല്ലാം കൂടി ഞാനിങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി ക്ലോറക്സ് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. പക്ഷേ അത് ക്ലോറക്സ് വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ട് പളപളാന്ന് കളർ, ഇതിൻ്റെ ആ ഒരു കറയൊക്കെ പോയി കിട്ടുമെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ പിന്നെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് വിമാറോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുപാട് അതിൽ കിടന്ന് മൽപ്പിടുത്തം നടത്തണ്ട, അത് ജസ്റ്റ് ഒന്ന് ആ ഒരു അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് എടുത്താൽ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ആ ഒരു ക്ലോറക്സിൻ്റെ മണവും ഒക്കെ മാറി ഗ്ലാസ്സൊക്കെ നല്ല പളപളാന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, ഗ്ലാസ്സൊക്കെ എന്ത് നല്ല പളപളാന്നായിരിക്കുന്നത്. അവരെന്താ എങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഗ്ലാസ്സുകൾ മാത്രമല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകളില്ലേ, നമ്മളീ പൊട്ടുന്ന പ്ലേറ്റുകൾ, ആ ഒരു പ്ലേറ്റുകൾ ഞാൻ ഇതുപോലെ ക്ലോറക്സ് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അതും നമ്മൾ ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്തൊക്കെ ചെറിയ മഞ്ഞ കളറൊക്കെ ആയിരിക്കുന്നതൊക്കെ നല്ല സൂപ്പറായിട്ട് പോയി കിട്ടും. എന്തായാലും ഈ ഒരു സംഭവം എന്നോട് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. ഇക്കാക്ക് പണ്ടേ ഉള്ള പരിപാടിയാണ്. ഇതുപോലെ ഗ്ലാസ് ഒരുമാതിരി കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ക്ലോറക്സിലിട്ട് വയ്ക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇത് സ്ഥിരം കാണുന്ന പരിപാടിയും കൂടിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലുലുവിലൊക്കെ ക്ലോറക്സ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ആ ഒരു ക്ലോറക്സ് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചാൽ എന്തായാലും നമ്മുടെ പണി കുറേ കുറഞ്ഞ് കിട്ടും. നമ്മൾ ഇതിൻ്റെ കൂടെ മെനക്കെട്ട് നിൽക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് വേറെ എന്തെങ്കിലും പണിയുന്ന സമയത്ത് ആ ക്ലോറക്സ് വെള്ളത്തിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കിച്ചണിൽ ഇത് സ്ഥിരം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് കിച്ചണിൽ ഞാൻ സ്ഥിരം വെച്ചിട്ടുള്ള ഗ്ലാസ്സുകളും കപ്പുകളുമാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റാൻഡൊക്കെ ഞാൻ അന്നെടുത്ത് കഴുകിയിട്ട്, സ്റ്റാൻഡ് ക്ലോറക്സ് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തിരിച്ചതൊക്കെ നമുക്ക് യഥാസ്ഥാനത്ത് വെക്കണമല്ലോ. അപ്പോൾ ഇതിവിടെ സ്ഥിരം ഇരിക്കുന്ന ഗ്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ക്ലോറക്സ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് നമ്മൾ നോർമലായിട്ട് വാഷ് ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇതൊരു സൂപ്പർ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്.